ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന വനിതാ സമ്മേളനം കൊല്ലത്ത് നടന്നു. ചെന്നൈ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വിക്ടോറിയ ഗൗരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കുടുംബ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെപ്പറ്റിയായിരുന്നു മുഖ്യപ്രഭാഷണം. ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതാ അഭിഭാഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു കൊല്ലത്ത് വനിതാ സമ്മേളനം സംഘടിപ്പിച്ചത്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് MS കിരൺ സമ്മേളനത്തിൽ അധ്യക്ഷ ഭാഷണം നടത്തി. വനിതാ ശക്തിയെ നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ വനിതാ ശക്തി ദേശീയ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കൂടി ഒരു തിരിച്ചറിവ് വന്നു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ സേനാ വിഭാഗങ്ങളിലാണെങ്കിലും നമ്മുടെ ഏത് മേഖലകളിൽ എടുത്താലും വനിതകളുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാമുഖ്യം അത്യധികമായിട്ട് നമുക്ക് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ചെന്നൈ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വിക്ടോറിയ ഗൗരി വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കുടുംബ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും വനിതാ അഭിഭാഷകരുടെ ശാക്തീകരണത്തെക്കുറിച്ചും ജസ്റ്റിസ് വിക്ടോറിയ ഗൗരി പറഞ്ഞു. Often perceived as a private domain confined to the household and governed by tradition. Yet, in a constitutional democracy, family law performs a far more profound function. It regulates marriage, divorce, inheritance, adoption, guardianship, legitimacy and maintenance not merely as legal categories but as the lived structure of society itself. അഭിഭാഷക പരിഷത്ത് ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കീർത്തി സോളമൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് P അരുൾ, ജില്ലാ മഹിളാ സംയോജക അഡ്വക്കേറ്റ് രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന സഭയ്ക്ക് ശേഷം നടന്ന പാനൽ ചർച്ചയ്ക്ക് അഡ്വക്കേറ്റ് K സേതുലക്ഷ്മി നേതൃത്വം നൽകി. തുടർന്ന് പ്രമേയ സഭയ്ക്ക് ശേഷം സമാരോഹത്തോടെ സമ്മേളനം സമാപിച്ചു. ജനം, കൊല്ലം.